നമസ്കാരം, ഞാൻ അനൂപ് ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ബാഡ്മിന്റന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ടുള്ള സ്പോർട്ടോളി സ്പോർട്സിന്റെ പെരുമ്പാവൂരുള്ള ബ്രാഞ്ചിലാണ്. ഇന്ന് നമ്മളോട് ചേർന്നിരിക്കുന്നത് ആരാന്ന് വെച്ചാൽ സ്പോർട്ടോളി സ്പോർട്സിന്റെ ഓണറും പ്രൊപ്പറേറ്ററുമായിട്ടുള്ള അഷ്കരേട്ടാണ്. അഷ്കരേട്ടാ നമസ്കാരം. അഷ്കരേട്ടാ, അപ്പൊ പറഞ്ഞ പോലെ നിങ്ങളുടെ ഷോപ്പ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ബാഡ്മിന്റൺ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോപ്പാണ്. നമുക്കറിയാം ഇപ്പൊ ഒരുപാട് ഷോപ്പുകൾ അവൈലബിൾ ആണെങ്കിലും പലതരത്തിലുള്ള ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഷോപ്സ് ഉണ്ട്. അതായത് ഇപ്പൊ ബാഡ്മിന്റൺ, അതല്ലാതെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഷോപ്സും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ബാഡ്മിന്റൺ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോപ്പിനുള്ള ഒരു പ്രത്യേകത അതെന്താണെന്ന് പറയാമോ? അല്ലെങ്കിൽ അത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം? നമ്മള് ചെറുപ്പം മുതലേ നമുക്കൊരു പാഷനാണ് ഈ ബാഡ്മിന്റൺ മേഖല എന്ന് പറഞ്ഞാൽ. ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാളും കൂടിയാണ്, എന്റെ ഫാദറായിട്ട് കളിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു പാഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ കാരണം. വേറെ സ്പോർട്സ് നമുക്ക് അറിയത്തുന്നതല്ല, എന്നാൽ നമ്മൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യാൻ താല്പര്യം ഇതായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് പണ്ട് മുതലും ഇപ്പോഴും നമ്മൾ ടൂർണമെന്റ്, ചെറിയ ചെറിയ ടൂർണമെന്റും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വരാൻ കാരണം. ഞാനും ബേസിക്കലി ഒരു ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഞാൻ പിന്നെ വേറെന്താ ഒരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം മാത്രമാണോ അതോ വേറെ ഷോറൂംസ്? അല്ല, നമ്മൾ റീസെന്റ് ഇപ്പൊ ജനുവരി 1, 2025 നമുക്ക് പുതിയൊരു ഷോപ്പ് എറണാകുളം ആലുവയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് ബാഡ്മിന്റൺ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ ബ്രാൻഡും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ സർവീസസ് കിട്ടാനായിട്ടൊന്നില്ലെങ്കിൽ ഇവിടെ പെരുമ്പാവൂർ വരികയോ അല്ലെങ്കിൽ ആലുവ എത്തേണ്ടതായിട്ടുണ്ടോ? അതല്ലാതെ പല രീതിയിലുള്ള സർവീസസ് ഇതിനകത്തുണ്ട്. സ്ട്രിങ് ചെയ്യാൻ, അപ്പൊ റാക്കറ്റ്സ് സ്ട്രിങ് ചെയ്യാൻ ഒരു പരിപാടി ഉണ്ട്. അതല്ല ഞാൻ ചോദിച്ചു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് അല്ല ഓൺലൈൻ ഡെലിവറി ഓൺലൈൻ നമുക്ക് കേരളത്തിന്റെ അകത്ത്, ഇന്ത്യക്ക് പുറത്തു വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കേരളത്തിന്റെ അകത്തിൽ നമ്മൾ കൂടുതൽ ഫ്രീ ആയിട്ടാണ് ഡെലിവറി ചെയ്യാറ്. പുറത്ത് ഇനിയിപ്പോ ഇന്ത്യക്കകത്തും അതേപോലെ ഇന്ത്യക്ക് പുറത്തുമാണെങ്കിൽ നിശ്ചിതമായ ഒരു എമൗണ്ട് അതൊരു വ്യൂസിന് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അകത്താണെങ്കിൽ പേയ്മെന്റ് കുറവാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഔട്ട്സൈഡ് ഇന്ത്യ വരുമ്പോൾ അതിന്റെ ഫീസും കാര്യങ്ങളും ഇന്ത്യ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ UAE കൺട്രീസ്, GCC കൺട്രീസ് മൊത്തം ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസ് എല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ട്രാക്കിങ്ങും കാര്യം കൊടുത്ത് ഒരു ഡാമേജും ഇല്ലാതെ ഉള്ള രീതിയിൽ നമ്മൾ കൊറിയർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഈ ബാഡ്മിന്റൺ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് റാക്കറ്റ്. അതെ. നമുക്കിപ്പോ ഏത് തരത്തിലുള്ള റാക്കറ്റ്സുകളൊക്കെ നിങ്ങളുടെ അവൈലബിൾ ആണ്? എല്ലാ പ്രമുഖ ബ്രാൻഡായ യോണക്സ് മുതൽ എല്ലാ ബ്രാൻഡ്സും നമ്മുടെ അവൈലബിൾ ആണ്. യോണക്സ്, ആഷ്വേ, ലീനിങ് എന്ന് പറയുന്ന എല്ലാ ബ്രാൻഡ്സും നമ്മുടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു 400 രൂപ തൊട്ടുള്ള സ്റ്റീൽ റാക്കറ്റ് മുതൽ 10,000, 20,000 വരെ റേഞ്ചിലുള്ള റാക്കറ്റ്സ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡ്സിന്റെ നമ്മുടെ അവൈലബിൾ ആണ്. എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോ, ആ ഒരു കാർഡ് കണ്ടപ്പോ അതിനകത്ത് ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഗെറ്റിങ്ങും അതുപോലെ തന്നെ പ്രൊഫഷണൽ കാർബണിങ്ങും ആണ് പറഞ്ഞത്. ഈ പ്രൊഫഷണൽ ഗെറ്റിങ്ങും പ്രൊഫഷണൽ കാർബണിങ്ങും അതെന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രിങ്ങിങ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. റാക്കറ്റ് നമ്മളിപ്പോ 10,000-ന്റെയോ 15,000-ന്റെയോ റാക്കറ്റ് വാങ്ങിച്ചതെന്ന് മാത്രമായില്ല. അതിൽ നമ്മൾ സ്ട്രിങ് ചെയ്യുന്ന ഒരു മെത്തേഡ് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൽ കൂടുതലും ഫോളോ ചെയ്തു പോകുന്നത് ഇന്റർനാഷണൽ ലെവൽ പ്ലേയേഴ്സ് സ്ട്രിങ് ചെയ്യുന്ന ലെവൽ മെത്തേഡിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുന്നത്. അത് കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ എക്യുപ്മെന്റ് ഒക്കെ ഇവിടെ നമ്മുടെ മെഷീനറിയും കാര്യങ്ങളെല്ലാം അതിന്റെ BWS സർട്ടിഫിക്കേഷൻ ഉള്ള മെഷീനറി നമുക്കുണ്ട്. അത്യാവശ്യം ചെയ്യുന്ന പ്രൊഫഷണൽ ലെവലിൽ സ്കില്ലുള്ള സ്റ്റാഫ് നമുക്കുണ്ട്. അങ്ങനെയുള്ള എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ മെത്തേഡ് പുതിയത് നമ്മൾ ഇന്നോവേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ മാതിരി നമുക്കിപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യം? തീർച്ചയായിട്ടും നമുക്ക് വന്ന് കാണുന്നവർക്ക് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഡിസ്കൗണ്ട് ഇത്ര പെർസെന്റേജ് നമുക്ക് എല്ലാ മോഡൽസും നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ പറഞ്ഞ മാതിരി ഷോപ്പിലൊക്കെ നമ്മൾ ക്യാഷ് മാത്രമാണോ അതോ അല്ല, നമുക്ക് കാർഡ് സ്വൈപ്പിംഗ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡിന് EMI ഫെസിലിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് അതിനുള്ളവർക്ക് നമുക്ക് EMI ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം അങ്ങനെയുള്ള എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ മെയിൻ ആയിട്ട് 2 ബ്രാഞ്ചാണ് തുടങ്ങി. ഭാവിയിൽ തുടങ്ങാനായിട്ട് നമ്മൾ നോക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും കൂടുതലായിട്ട് ബ്രാഞ്ചസ് എല്ലായിടത്തും ഇടാൻ നമ്മൾ നോക്കും. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി ബാഡ്മിന്റൺ സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഒത്തിരിയുള്ള പ്ലേയേഴ്സിന് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മുടെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്, പ്രൊഫഷണൽ ലെവലിലുള്ള പ്ലേയേഴ്സുള്ള ബാഡ്മിന്റൺ കളിക്കുന്നവരുണ്ട്. ഇവർക്ക് എല്ലാവർക്കുമായിട്ട് ഇതിനോട്ട് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. പല തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്താ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ
ഒരു പാർട്ടായിട്ട് ഇറക്കി കൊള്ളാമെന്നതിന്റെ ഒരു മനസ്സിലൊരു ആലോചന. തീർച്ചയായും. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളോട് കുറച്ചും കൂടി ചോദിച്ചറിയാനും കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്കത് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് സാധിക്കും. ബേസിക് ആയിട്ട് നമുക്കത് എന്താ പറയാ ഒരു 4 or 5 പാർട്ടായിട്ടുള്ള ഒരു സീരീസ് പോലെ കണക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഷെയർ ചെയ്യാവുന്ന. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഒരു ബാഡ്മിന്റൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചേട്ടന് കുറെ ഇതിനകത്ത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് നിലവിൽ. പിന്നെ കളിക്കുന്ന ആൾ കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇതിനകത്തൊക്കെ അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു സീരിയസ് സെഗ്മെന്റ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാര്യങ്ങളൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശമാണ് മെയിൻ ആയിട്ട് വന്നത്. ഇപ്പൊ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ. അപ്പോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഷോപ്പ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ബാക്കി കാര്യങ്ങൾ പ്ലേയേഴ്സിന് വേണ്ട ഡൗട്ട്സും ക്വറീസും ഒക്കെ നിങ്ങൾക്ക് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഷ്കനടുത്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടോ അഷ്കനൻ ചോദിച്ച് അതിന്റെ റെസ്പോൺസ് നമുക്ക് തരികയായിരിക്കും. അപ്പോൾ വരും വീഡിയോകൾ നിങ്ങൾ വിടാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമുക്ക് ഇതിലൂടെ തീർത്തു കൊടുക്കാമെന്ന് അഷ്കരൻ ഉറപ്പ് തരാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ താങ്ക് യു.